ഹലോ, ഇന്നൊരു സൺഡേ സ്പെഷ്യൽ ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ല കിഡിലൻ ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഒരു ബീഫ് കറി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ കുറച്ചധികം തന്നെ ചതച്ചെടുത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ചധികം തന്നെ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ഒന്ന് വറുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ സിമ്മിലിട്ടിട്ട് പൊടികൾ കരിഞ്ഞു പോകാതെ തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ പാകത്തിന് കുക്കറിലോട്ട് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ മിക്കപ്പോഴും തയ്യാറാക്കുന്ന കിഡിലൻ ബീഫ് കറിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അടിപൊളിയാണ്. അങ്ങനെ പൊടികളെല്ലാം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് നല്ല പോലെ ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി അത്രയേ ഉള്ളൂ. ഇനി കുക്കറിൽ ഒരു 6 വിസൽ, അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് ഒരു വിധം ഒന്ന് വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇന്ന് ചേർക്കാൻ പോകുന്നത് കുറച്ചധികം കപ്പയാണ് കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ കുറച്ച് വലുപ്പത്തിൽ തന്നെ കഷ്ണിച്ചെടുത്തിട്ടുണ്ട്. അത് കഴുകി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസിൽ. അതിനുശേഷം കംപ്ലീറ്റ് എയർ പോയതിന് ശേഷം നമ്മൾ കുക്കർ അങ്ങോട്ട് തുറന്ന് നോക്കുമ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കിഡിലൻ ഒരു ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അടിപൊളി കോമ്പിനേഷനാണ് നെയ്ച്ചോറിൻ്റെ കൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.